ഹായ് ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ടെറസിൽ വന്ന് ഇരുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് എത്ര ദിവസമായില്ലേ? ഒരുപാട് നാളായി. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഓരോ വാതായനങ്ങളും ഇങ്ങനെ നടക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, അതിലേക്ക് ഒരേ സമയം സൂര്യനെ കാണാൻ പറ്റുന്ന ഒരു പ്രതിഭാസം നടക്കുന്നൊരു ദിവസമായിട്ടാണെന്ന് പറയുന്നത്. പക്ഷേ എനിക്കിതിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല, ഗോപുരത്തിൻ്റെ ടോപ്പ് പോർഷനല്ലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നാളത്തെ പത്രത്തിലെല്ലാം അതുണ്ടാവും. സോ ഓസ്പീഷ്യസ്ലി ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ടെറസിലാണ്. മോളീസ് ഗാർഡൻ അല്ല, പക്ഷേ ഇത് നമ്മുടെ ഒരു ചെറിയ എക്സ്റ്റൻഷനാണ്. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ പച്ചപ്പൊക്കെ കുറഞ്ഞു. നമ്മുടെ ഓൾ സ്പൈസിൻ്റെ വെയിൽ കൂടിയിട്ട് ഓക്കെ, അതിന് ഇത്ര വെയിൽ വേണ്ട തോന്നുന്നു. ബാക്കി കാര്യങ്ങൾ കൂടി കാണിച്ചു തരാം. നാരങ്ങ, വലിയ നാരങ്ങ ഇങ്ങനെ ഇഷ്ടംപോലെ കായ്ച്ച് കിടക്കുന്നു. നോക്കാം അല്ലേ? മോളീസ് ഗാർഡൻ്റെ എക്സ്റ്റൻഷൻ നോക്കിയേ. നമ്മുടെ ടെറസ് ഗാർഡനിൽ നാരങ്ങ ഇഷ്ടംപോലെ കായ്ച്ച് നിൽക്കുന്നു. നിറയെ കായുണ്ട്. വാവ്, ഞാനിങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇവിടെ വന്നപ്പോൾ അതേ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഐ എം സോ എക്സൈറ്റഡ്. കണ്ടോ, സോ നൈസ്. ആഹാ, എൻ്റെ അമ്മ അത് വലുത്. എല്ലാം പച്ച പിടിച്ചിട്ടുണ്ട്. ഓൾ സ്പൈസ് പക്ഷേ ഇച്ചിരി ഉണങ്ങിയിരിക്കുന്നു, മീൻസ് കളർ മാറിയിരിക്കുന്നു. വെയിൽ ഓവറായിട്ട് കിട്ടിയത് കൊണ്ടായിരിക്കാം. അതുപോലെ ആസ് യൂഷ്വൽ നമ്മുടെ കറ്റാർ വാഴയൊക്കെ ഓക്കെയാണ്. കുറേ ഭാഗത്ത് പുല്ല് പറിച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗമൊക്കെ ഇപ്പോഴും പുല്ലുണ്ട്. ഇതാണ് ഈവനിങ് കാഴ്ച. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വെജിറ്റേഷൻ കാഴ്ചകൾ. പിന്നെ പ്രധാനമായിട്ട് ഞാൻ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിക്കാൻ ഒരു ചിറ്റാറ്റിൻ്റെ സമയം കഴിഞ്ഞു. ഒരു ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും കുറേ ദിവസം, പക്ഷെ അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, പക്ഷെ അതത്ര ക്ലിയർ ആയിട്ടില്ല പലർക്കും. അന്ന് ഞാൻ വിചാരിച്ചു ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള കാര്യം. അതായത് ഞാൻ ഒരുപാട് യാത്ര പോകുന്ന ആളാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി യാത്ര പോകുന്നു, എന്നോടൊപ്പം ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാകും. അവരെല്ലാം എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഞങ്ങളെ കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന യാത്രകൾ എന്തെങ്കിലും ഉണ്ടോ എന്നില്ല. അപ്പോൾ ഇനിയൊരു അവസരം വരികയാണ്, എന്നോടൊപ്പം യാത്ര ചെയ്യാം, നിങ്ങൾക്കും യാത്ര ചെയ്യാം. ഇത് ഞാൻ ഒരു പുതിയൊരു പ്രോജക്റ്റാണ്. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു നേരത്തെ ഒരു ബ്ലോഗിൽ. അതായത് ഒരു ഇൻ്റർനാഷണൽ ടൂറാണ്. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവുകയാണ്. അതായത് ഞാനും എന്നോടൊപ്പം ഒരു 40 ലേഡീസിനും കൂടി പോകാൻ പറ്റുന്ന ഒരു യാത്രയാണ്. 40 ലേഡീസ് എന്ന് പറയുമ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ്ലി ലേഡീസ് ഒള്ളി ട്രിപ്പാണ്. സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ട്രാവൽ ഗ്രൂപ്പാണിത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് വിങ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽസുമായിട്ടാണ് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത്. അവരാണ് ഈ ടൂർ കംപ്ലീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോണ്ടക്ട് ചെയ്യുക പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് ടേക്ക് കെയർ ചെയ്യും. ദാറ്റ് ഈസ് ടിക്കറ്റ്സ്, വിസ പ്രോസസ്, അങ്ങനത്തെ വിസ കാര്യങ്ങളെല്ലാം. പിന്നെ ആ സ്ഥലത്ത് ഉസ്ബെക്കിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം 4 സ്റ്റാർ ഫെസിലിറ്റീസ് ആണ്. ഹോട്ടൽസ്, ഫുഡ്, അക്കോമഡേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. പിന്നെ സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഗാസ്ട്രോണമി ടൂറും കൂടിയാണ്. അതായത് അവിടുത്തെ ലോക്കൽ ഫുഡും കൂടി എക്സ്പ്ലോർ ചെയ്യും. കാര്യം എനിക്ക് ഒരു സ്ഥലത്ത് പോയാൽ അതിൻ്റെ ലോക്കലായിട്ടുള്ള ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ടേസ്റ്റ്, അതൊക്കെ അറിയാൻ ഇഷ്ടമുള്ള ആളാണ്. ഞാനിങ്ങനെ ഗ്രാമങ്ങളിലേക്കൊക്കെ കടന്നു പോകുന്ന ഒരാളാണ്. വെറുതെ സിറ്റി ലൈഫ് മാത്രമല്ല കാണുന്നത്. അപ്പോൾ ഇതിലും സിറ്റി ലൈഫ് ഉണ്ടാകും, ഷോപ്പിങ്ങിന് സ്കോപ്പ് ഉണ്ടാകും. അതുകൂടാണ്ട് കുറച്ച് ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യും. അതിൻ്റെ ഒരു കുക്കിംഗ് ക്ലാസ്സും ഒക്കെ ഉണ്ടാവും അവിടെ. എൻ്റെ ക്ലാസ് അല്ല കേട്ടോ, അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ അവരുടെ കുക്കിംഗ് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കും. ഇതൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്നോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്ന ഇതുപോലെ ടേസ്റ്റുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഒരുപാട് ആൾക്കാർ. ഇങ്ങനെ ഒരു ഗാസ്ട്രോണമി ടൂറ്, ഭക്ഷണത്തിനെ കുറിച്ചുള്ള വൈവിധ്യങ്ങൾ അറിയാനും ആ സ്ഥലം കാണാനും. ഇപ്പോൾ യാത്ര ഇഷ്ടമല്ലാത്ത ആർക്കാണല്ലേ? ഒരുപാട് പേർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പലരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ എല്ലാവരും കൂടി ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ അതൊരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയാകും, ഒരു ഹോൾ ഫാമിലി കൊണ്ടുപോകണമെങ്കിൽ. അപ്പോൾ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കണമല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോകാൻ പറ്റിയ, സോളോ ട്രാവലർ അല്ലാതെ ഗ്രൂപ്പായിട്ട് പോകാനായിട്ടായിരിക്കും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒറ്റയ്ക്ക് വിടില്ലായിരിക്കും സോളോ ട്രിപ്പിനൊന്നും. പക്ഷേ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോകാനാണെങ്കിൽ വീട്ടിലും പെർമിഷൻ കിട്ടും, അങ്ങനെ സമ്മതിക്കാത്ത വീടുകളിൽ. അല്ല, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് സഞ്ചരിക്കാം. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ടൂറാണ്. ഇത് 40 ലേഡീസ് അടങ്ങുന്ന ഒരു ലേഡീസ് ഒള്ളി ട്രിപ്പ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കും, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് അവരുമായിട്ട് ആണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനുണ്ടാകും, എന്നോടൊപ്പം 40 പേർക്കും കൂടി സഞ്ചരിക്കാം. 40 പേർക്കുള്ള സ്ലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ അകത്തുള്ള ഇൻറ്റീരിയർ ആയിട്ടുള്ള യാത്രകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന എല്ലാം അവർ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഗ്രൂപ്പായിട്ട് എല്ലായിടത്തും കൊണ്ടുപോകും, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ എനിക്ക് നിങ്ങൾക്ക് എന്നോടൊപ്പം സഞ്ചരിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാമല്ലോ. അപ്പം നമുക്ക് പരസ്പരം കൂടുതൽ അടുത്തറിയാനും
പരിചയപ്പെടാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടിയായിട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് ലോങ് ആയിട്ടുള്ളൊരു ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയുമല്ല, വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരിക്കും. കാര്യം 5 ദിവസമേ ഉള്ളൂ. ഒക്ടോബർ 21 ടു 25 ആണ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. 21, 22, 23, 24, 25 5 days and 4 nights അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐറ്റിനറി എല്ലാം അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ ഐറ്റിനറിയും ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ ഞാൻ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ, അത് എത്രയാണ്, പിന്നെ എമൗണ്ട് എത്രയാണ്. എമൗണ്ട് അങ്ങനെ വലിയ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എൻ ഇൻ്റർനാഷണൽ ടൂർ. 1,20,000 ആണ് അവർ അതിന് ചാർജ് ചെയ്യുന്നത്. 5 ദിവസമുണ്ട്. പിന്നെ കംപ്ലീറ്റ്ലി ടിക്കറ്റ്സും വിസയും താമസം ഫുഡ് എല്ലാം ഓൾ ഇൻക്ലൂസീവ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സൈറ്റ് സീയിങ്, ഈ ഒരു ഗാസ്ട്രോണമി ടൂർ എന്ന് പറയുമ്പോൾ അതുപോലെ ഈ കുക്കിംഗ് ക്ലാസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണ വൈവിധ്യങ്ങളും ഒക്കെ അറിയാനുള്ളൊരു അവസരം. അപ്പോൾ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ച് അഡ്വാൻസ് കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യണം. കാര്യം നമ്പർ ഓഫ് സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. 40 ലേഡീസിന് മാത്രമേ പറ്റുള്ളൂ. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവർക്കും അപ്ലൈ ചെയ്ത്. കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊച്ചി ടു ഉസ്ബെക്കിസ്ഥാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം കേട്ടോ. കേരളത്തിലൊട്ടാകെ ഉള്ളവർക്കും അല്ലാതെ വേറെ സ്റ്റേറ്റിലുള്ളവർക്കും വരാം. പക്ഷേ കൊച്ചിയിൽ നിന്നാണത് ആ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു യാത്രയായിരിക്കും. ഇതൊരു തുടക്കം ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ഫസ്റ്റ് ട്രിപ്പാണ്. ഇനി എല്ലാ മാസവും ഇതുപോലെ പല പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ടാകും. അത് ഇനി പോകുന്ന ഉസ്ബെക്കിസ്ഥാനിലേക്കായിരിക്കില്ല, സം അതർ ഡെസ്റ്റിനേഷൻ, വേറെ ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ പ്ലേസ് ആയിരിക്കാം. അതും ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാ മാസവും ഒരു 5, 6, 7 ദിവസം മാക്സിമം യാത്ര ചെയ്യാൻ പറ്റുന്ന യാത്രകൾ ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാര്യം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ഡ്രീം, എന്താ പറയുക, ഒരു ഡ്രീം പ്രോജക്റ്റാണ് സത്യത്തിൽ. നമുക്ക് സുഖമായിട്ട് പോയി വരാം. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അതിൻ്റേതായ എനിക്ക് സോളോ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഒരുപാട് പോകാറുണ്ട്. പക്ഷേ ഗ്രൂപ്പായിട്ട് പോകുന്നത് വളരെ കുറവാണ്. പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം എക്സ്പ്ലോർ ചെയ്യണം. കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ടൂറൊക്കെ പോയിട്ടുള്ളത് ഗ്രൂപ്പായിട്ട്, ഒരു ബസ് നിറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അതുപോലെ ഒരു അവസരമാണ് ഇതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചത് കൊള്ളാമല്ലോ പരിപാടി. അങ്ങനെയാണ് ഞാനിത് അവരുമായിട്ട് കൈ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര നല്ലൊരു, എന്താ പറയുക, അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ പറയാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും ബുക്കിങ്ങിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് ഫോൺ നമ്പേഴ്സ് ഞാൻ കൊടുക്കാം. കേരളത്തിലെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി, കേരളത്തിലുള്ളവർ. പിന്നെ പുറത്തുള്ള നമ്പറും ഉണ്ട്. ഇവരുടെ മെയിൻ ഓഫീസ് ദുബായിലാണ്. അപ്പോൾ അവിടുത്തെ നമ്പറും ഒക്കെ എല്ലാം കൊടുക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം, എന്നോടൊപ്പം സഞ്ചരിക്കാം, എനിക്ക് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാം. അപ്പോൾ ഈ ഒരു ട്രിപ്പ് കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതൊരു ഫസ്റ്റ് ട്രിപ്പാണ്. ഇനിയും നിങ്ങൾക്ക് വേറെ വേറെ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കാം കേട്ടോ. വേറെ എല്ലാ മാസവും ഒരു പ്രോജക്റ്റ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ട്രാവൽ ഡെസ്റ്റിനേഷൻ ഉണ്ടാകും. ഞാനും പോകുന്നുണ്ടാകും ആ ട്രാവലിൽ. ഇതിന് വരാൻ പറ്റാത്തവർക്ക് അതിന് വരാം. പിന്നെ അതുപോലെ ഇതിൽ വന്നവർക്ക് വീണ്ടും ട്രാവൽ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അതിലും പങ്കെടുക്കാം. എന്ത് രസമല്ലേ. നമുക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, യാത്രാപ്രേമികൾക്ക് പറ്റിയൊരു കാര്യമാണ് നമ്മുടെ കോളേജ് ജീവിതം പോലെ ഒരു യാത്ര. അത് നല്ലൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്പേഴ്സ്, ഡീറ്റെയിൽസ് എല്ലാം ഞാനിനി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം, പിൻഡ് കമൻ്റായിട്ട് ഞാൻ ഇടാം. സന്തോഷമായി തന്നെ വിചാരിക്കട്ടെ. ഓക്കെ, എനിക്കെന്തായാലും ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ട്രിപ്പ് വളരെ ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെന്താ പറയാനുള്ളത്, ഇനി ഇത് ഇപ്പോൾ ജനറലായിട്ട് നമ്മുടെ ഓണം വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. നമ്മുടെ ആനക്കുട്ടി ഉമ്മക്കുട്ടിയായിട്ട് പോയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഉമ്മക്കുട്ടിക്ക് ഓണം സദ്യ കൊടുത്തതും ഉമ്മക്കുട്ടിയായിട്ട് നടന്നതും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അതുമൊക്കെ ഭയങ്കര സന്തോഷമായി എനിക്ക്. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ അമ്മമാർ താമസിക്കുന്ന അവിടുത്തെ ഇൻമേറ്റ്സ്, അതായത് അമ്മമാർ, അച്ഛന്മാർ, പ്രായമായ ആരുമില്ലാത്ത കുറേ ആൾക്കാർ, കുട്ടികൾ പല ഇഷ്യൂസുള്ള കുട്ടികൾ, അവരുടെ എല്ലാവരുടെയും അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ കൊടുത്തിരുന്നു. ആ നമ്പറും സഹായിക്കാൻ പറ്റുന്നവരൊക്കെ അവരെയും സഹായിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ, എത്ര ദിവസമായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട് മാഞ്ചസ്റ്ററിലേക്ക്, അതും ഉടനെ ഉണ്ട്. അത് പക്ഷേ ചെറിയ ട്രിപ്പാണ് കേട്ടോ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ട്രിപ്പ്. അത് പൂജ ഹോളിഡേയ്സിൻ്റെ സമയത്തായിരിക്കും. നമ്മുടെ ട്രിപ്ലറ്റ് കുഞ്ഞുങ്ങളെയൊക്കെ എഴുത്തിനിരുത്താനായിട്ടാണ് പോകുന്നത്. അവരുടെ ആദ്യ അക്ഷരങ്ങൾ കുറിപ്പിക്കാനായിട്ട് അമ്മ തന്നെ വരണം എന്ന് പാർവതിക്ക് വലിയ നിർബന്ധം, പാർവതിക്ക് അശ്വിനും. എന്ന് വെച്ചാൽ മൂത്ത ആൾ പിന്നെ ആയുഷിനെ ഞാൻ തന്നെയാണ് എഴുത്തിനിരുത്തിയത്. അപ്പോൾ ഇവരെയും എഴുത്തിനിരുത്തണം. അപ്പോൾ അവരിപ്പോൾ 3 വയസ്സായി, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാഞ്ചസ്റ്റർ യാത്ര വളരെ ചെറിയൊരു കാലമാണ്, ഒരു 7 days ഒക്കെ, ഒരാഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. പോയിട്ട് പെട്ടെന്ന് വരും. വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പ് പോകുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകും, പിന്നെയും തിരിച്ചു വരും. അങ്ങനെ ഈ ഒക്ടോബർ മുഴുവൻ ചെറിയ ചെറിയ യാത്രകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഹെക്റ്റിക്കാണ് ഒക്ടോബർ മാസം. പിന്നെ നവംബറിലും യാത്രകൾ വരുന്നുണ്ട്. വേറെ എഗെയിൻ നമ്മൾ വേറൊരു ഒരു എക്സോട്ടിക് ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഇതുപോലെ ഒരു ഗാസ്ട്രോണമി ടൂർ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോകാനൊരു പ്ലാനുണ്ട്, വിഷ്ണുവിൻ്റെ അടുത്തേക്ക്. അനുവും കുഞ്ഞും ഞാനും എല്ലാവരും കൂടി. പിന്നെ ഞങ്ങൾ ഡിസംബറിൽ വീണ്ടും മാഞ്ചസ്റ്ററിൽ പോകുന്നുണ്ടാവും. ആ സമയത്ത് അനുക്കുട്ടിയും കുടുംബങ്ങളും എല്ലാം ഒന്നിച്ചാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ ഈ വർഷം അവസാനിക്കുന്നവരെ കുറേ കുഞ്ഞാണെങ്കിലും വലിയ യാത്രകളാണെങ്കിലും എല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു എന്താ പറയുക, ഒരു യാത്രയുടെ ഈ വർഷത്തിൻ്റെ അവസാന ഭാഗം മുഴുവൻ യാത്ര. അതുകൊണ്ടാണ് ട്രാവൽ വ്ളോഗ്സ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാത്തത്. പ്രധാന കാര്യം അതാണ്. ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇപ്പം എനിക്ക് അങ്ങനെ അധികം പുറത്ത് പോയി ഷൂട്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുടക്കം വരാണ്ട് ഇടണം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുടക്കം വരും. അതുകൊണ്ട് വീണ്ടും ഒന്ന് നിർത്തുന്നതിനെക്കാട്ടിൽ നല്ലത് എല്ലാം ഈ ഒരു ബഹളം കഴിഞ്ഞിട്ട് അടുത്ത വർഷം, ദാറ്റ് ഈസ് 2025 ഓൺവേർഡ്സ് നമ്മുടെ സെക്കൻഡ് ചാനൽ, നമ്മുടെ ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ് വീണ്ടും സജീവമാക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ 2-3 മാസം കൂടി നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്നോടൊപ്പം കുറച്ച് ഇങ്ങനത്തെ തിരക്കുകളായതുകൊണ്ടാണ് വീണ്ടും നമ്മൾ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ പ്ലീസ് സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഒരുപാട് പേർക്ക് ട്രാവൽ വ്ളോഗ് ഇഷ്ടമുള്ളവരുണ്ട്, ഫോളോ ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ആ സെക്കൻഡ് ചാനലിൻ്റെയും ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, നമ്മുടെ ആ യൂട്യൂബ് ചാനലിൻ്റെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ അവരോടും കൂടി ചേർത്ത് ഞാൻ പറയാണ്, സോറി ഫോർ ദാറ്റ്. എനിക്ക് അസുഖം വന്നത് സമയം തൊട്ട് റെസ്റ്റിംഗ് പീരീഡൊക്കെയാണ് യാത്ര മുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് തൊട്ട് ഓരോരോ കാര്യങ്ങളായി. ഇനിയിപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ട് 2025 ഓൺവേർഡ്സ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അതുവരെ പ്ലീസ് ബെയർ വിത്ത് മീ. ഓക്കെ. അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും വളരെ വിലപ്പെട്ടതാണ്. അത് എനിക്ക് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അത്രയും സ്നേഹമാണ് നിങ്ങൾ എനിക്ക് തരുന്നത്. തിരിച്ചും അതുപോലെ തന്നെ സ്നേഹിക്കുന്നു ഉള്ളിൽ നിന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാനിതിൽ പറയാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.